ഇന്ന് പയറും മത്തങ്ങയും ചേനയും കൂടി ഒരു എരിശ്ശേരി വെക്കാം നമുക്ക്. അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പയർ, ഒരു കപ്പ്, അതായത് കപ്പ് ഈ കപ്പാണ്, ഒരു കപ്പ് പയർ എടുത്തിട്ടുണ്ട്. ഈ പയർ ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം എടുത്തേക്കണാണ്. അപ്പൊ ഈ കപ്പ് ഞാൻ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ പയറ് നമുക്ക് വെള്ളം ഒഴിച്ച് ആദ്യം വേവിച്ചെടുക്കാം. അപ്പൊ ഈ വെള്ളത്തിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് ചേനയും മത്തങ്ങയും വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അപ്പൊ ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ പയർ ആദ്യം വേവിച്ചെടുക്കാം. ഇതാ പയറ് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങൾ ഞാൻ മത്തങ്ങ ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് സ്ക്വയറായിട്ട് മുഴുത്ത കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കുന്നത്. മത്തങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ചേന ഒരു 50 ഗ്രാം, ആ ഒരു കണക്കിന് നിങ്ങളൊരു മത്തങ്ങയുടെ പകുതി ചേന ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതും വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ഉപ്പ് ഒരു 1.25 ടീസ്പൂൺ ഇടാം കേട്ടോ. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അരയ്ക്കാൻ കുറച്ച് കറിവേപ്പില എടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുക്കാം. അപ്പൊ പച്ചമുളക് വേണമെങ്കിൽ ഈ കൂടെ ഇടാം. പച്ചമുളക് ഇടുമ്പോ എന്താ പറ്റണെന്ന് വെച്ച് കഴിഞ്ഞാല് കുക്കർ കൂവിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു. അപ്പൊ അതിന്റെ ആ ടേസ്റ്റ് അങ്ങ് കുറയും. അപ്പൊ അതിന് നല്ല നമ്മൾ തേങ്ങയുടെ കൂടെ അരയ്ക്കുവാണെങ്കിൽ അതായിരിക്കും നല്ല. അപ്പൊ നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പയർ അടി കിടന്നിട്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം തന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി വെള്ളം കുറവെന്ന് തോന്നിയാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാണ്ടിരിക്കരുത്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പൊ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ അരമുറി തേങ്ങ. പിന്നെ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ല എന്നോ ചിലർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ എന്തായാലും ജീരകം വേണം. പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ 5 ചെറിയ ഉള്ളി, പിന്നെ ഒരു ചെറിയ 5 വെളുത്തുള്ളി ആയത് എടുത്തേക്കണം. ഒരു 3-4 തന്നെ എടുക്കാം. അപ്പൊ ഇതെല്ലാം. പിന്നെ കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ കൂടെ കുറച്ച് അരയ്ക്കാനും എടുക്കണം. അപ്പൊ അരയ്ക്കുമ്പോ നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പോലെ തന്നെ അരയ്ക്കണം. തരിതരിപ്പായിട്ട് തന്നെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോ നമ്മൾ അവിയലിന് അരയ്ക്കുന്ന പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഒത്തിരി അരിഞ്ഞു പോവരുത്. ആ രീതിയിൽ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഈ കൂടെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി. അപ്പൊ അരപ്പിനൊരു കളർ കിട്ടും. എന്നിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് ആയിട്ട് അരയ്ക്കാണ്ടിരിക്കണം, അരയ്ക്കരുത്, അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, ഇതാ ചേനയും മത്തങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. ആ ഒരു വിസിൽ ഓഫ് ആക്കിയിട്ട് ആ എയർ ശരിക്കും പോയതിന് ശേഷം മാത്രം തുറക്കുക. അപ്പൊ ആ ഒരു പ്രഷറിൽ വെന്തോളും. പിന്നെ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് നമ്മൾ നേരത്തെ ഇട്ട് വേവിച്ച് കഴിഞ്ഞാൽ ആ പച്ചമുളകിന്റെ ടേസ്റ്റ് പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇട്ട് വേവിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പൊ ഇനിയിപ്പോ ഇട്ട് കൊടുക്കാം. അരപ്പിട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. പിന്നെ ഒത്തിരി വെള്ളം വേണ്ട, ഇങ്ങനെ ഒരു കുഴഞ്ഞൊരു ഇതിലിരിക്കണം കേട്ടോ. അതാണ്. ഒരു വിസിലേ വരാവുള്ളൂ. 2 വിസിലാവുമ്പോൾ കുഴഞ്ഞു പോകും. പിന്നെ കഷ്ണങ്ങൾ അരിയുമ്പോൾ ഇച്ചിരി വലുതായിട്ട് അരിയാൻ ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി കടുക് വറുക്കുക. അതിനായിട്ട് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ടീസ്പൂൺ കടുക് ഇട്ടു. കടുക് പൊട്ടി വരുമ്പോ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില നമ്മൾ ആദ്യം ഇട്ട് വേവിച്ചു, പിന്നെ നമ്മൾ അരച്ചപ്പോൾ ഇട്ടു, പിന്നെ വീണ്ടും ഇടുവാണ്. കറിവേപ്പിലയുടെ ടേസ്റ്റിന് മുന്നിട്ട് നിൽക്കുന്ന നല്ലതാണ്. മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോ നമുക്കൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വറുത്തെടുക്കണം.
പയറും മത്തങ്ങയും ചേനയും കൂടിയുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഞാൻ കടുക് വറുത്തിട്ട് നമുക്ക് കുക്കറിലേക്ക് വേണേൽ അങ്ങോട്ട് ഇടാം, അല്ലെങ്കിൽ ഇങ്ങോട്ട്. അപ്പൊ ഞാനത് കുക്കർ ചെറുതായത് കൊണ്ടാണ് ഇങ്ങോട്ട് പകർത്തിയത്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് ചെയ്യാം. എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 3-4 പച്ചമുളകൊക്കെ എടുത്താൽ മതിയാവും. ഞാനിപ്പോ ഒരു 5 എടുത്തായിരിക്കും. മത്തങ്ങയുടെ മധുരം ചിലർക്ക് ഇഷ്ടാവില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങനെ ചേനയും മത്തങ്ങയും ഒത്തിരി വെന്തു പോകാണ്ട് നോക്കണം, കുഴഞ്ഞു പോകരുത്. ഒറ്റ വിസിൽ തന്നെ, ഒരു വിസിൽ മതിയാവും കേട്ടോ. ചേനയ്ക്കും മത്തങ്ങ വെച്ച് മുറിപ്പിച്ച് കഷ്ണങ്ങൾ അരിയാൻ ശ്രദ്ധിക്കണം, അത്രയൊക്കെ ഉള്ളൂ. പയറും മത്തങ്ങ ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. അപ്പൊ നമുക്ക് ഇലയിലൊക്കെ വിളമ്പാനായിട്ടൊക്കെ എളുപ്പമുണ്ടാവും. ഒത്തിരി ചാറാവണ്ട, ഒത്തിരി കട്ടിയാവാത്ത രീതിയിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു.